നമ്മൾ ഈ ആലയത്തിനകത്ത് വരുന്നത് തന്നെ ദൈവസാന്നിധ്യത്തിൻ്റെ നടുവിലൊന്നിരിക്കാനാണ് വരുന്നത്. ആലയത്തിനകത്തൊരു പുഷ്ടിയുണ്ട്. ആ പുഷ്ടി അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്തുള്ള ഏറ്റവും വലിയ അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ ദാവീദ് 124 സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞൊരു പദമുണ്ട്, നമുക്ക് ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പം എൻ്റെ ഹൃദയം വല്ലാണ്ടങ്ങ് സന്തോഷിച്ചു. എന്താ ദാവീദേ, ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം ദാവീദേ നിൻ്റെ ഹൃദയം സന്തോഷിച്ചത്? അങ്ങനെയാണ് കാര്യം. ആലയത്തിനകത്ത് ചെല്ലുമ്പോൾ അവിടെ ഇറങ്ങി വരുന്നൊരു ശക്കേനയുണ്ട്, ഒരു ദൈവ മഹത്വമുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിൻ്റെ നടുവിലൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും, പകുതി എന്നല്ല എല്ലാ പ്രശ്നങ്ങളും ഉരുകി മാറുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയും. 10,000ങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, 10,000ങ്ങളിൽ സുന്ദരനെ ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായി അങ്ങു മാത്രം, അങ്ങേക്കു തുല്യനായ അങ്ങു മാത്രം. അത്ഭുതമേ സ്തോത്രമല്ല ഒന്നുമില്ലേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു. ഈ 2026 ആരംഭത്തിൽ നമുക്ക് പറയാൻ കഴിയണം, ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ. എന്നെ നടത്തും ആ പൊന്നുകാരമോ ഒരു നാളിലും കൂറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേലൂയ പാടിടൂ ഭുജബലത്താ നടത്തിയതാ. ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താ നയിച്ചതിനാ. ഹല്ലേലൂയ പാടിടും ഭുജബലത്താ നടത്തിയതാ. സന്തോഷമുള്ളത് മക്കളെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പലപ്പോഴും പല ഉദാസീനതകളും പറഞ്ഞ് ആരാധനയിൽ നമ്മൾ മുടക്കം കാണിക്കുന്നവരാണ്. ചെറിയൊരു കാലിന് വേദന വന്നാലും തലവേദന വന്നാലും പനി വന്നാലും എന്താവശ്യങ്ങൾ വന്നാലും ആരാധനയെ നമ്മൾ പല കാരണങ്ങളും പറഞ്ഞ് നമ്മൾ തടസ്സം ചെയ്യണം. അപ്പം
അങ്ങനത്തെ തടസ്സം പറയാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ രണ്ട് അഭിഷക്തന്മാരെ നമ്മൾ നോക്കിക്കോണം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായത്തിനകത്ത് ഫിലിപ്പിയ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന രണ്ട് അഭിഷക്തന്മാർ, പേര് പൗലോസും ശീലാസും. അവർക്കും ദൈവത്തോട് പരാതി പറയാം, കർത്താവേ, ആരാധിക്കാനുള്ളൊരു സാഹചര്യമല്ല എൻ്റെ മുമ്പിലുള്ള. ദേഹമാസകലം അടികൊണ്ട് മുറിഞ്ഞ് കൈകാലുകൾ പൊക്കാൻ കഴിയത്തില്ല. നല്ലതുപോലെ അടികൊണ്ടാണ് അവർ കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നത്. അത് മാത്രമല്ല, കൈകാലുകൾ ആമത്തിലും കൂടിയാണ് കിടക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ദൈവത്തോട് പറയാം, ഇന്നത്തെ ആരാധന ക്യാൻസൽ. പാടാനുള്ളൊരു ആരോഗ്യം പോലും എനിക്കില്ല, എനിക്കുമില്ല, ശീലാസിനുമില്ല. പക്ഷേ ആ കാരാഗ്രഹത്തിനകത്ത് അഭിഷക്തന്മാർ കിടന്നപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വന്ന വഴികൾ ഓർത്ത് കാണാം, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആ ദൈവം ആ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങിക്കാണാം. ആ ദൈവ സാന്നിധ്യം അങ്ങോട്ട് അവർ അനുഭവിക്കാൻ തുടങ്ങിയപ്പം പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ആ വേദനകളൊക്കെ അവരങ്ങ് മറന്നു. അവർ വായികളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി, പാടാൻ തുടങ്ങി. യേശു നല്ലവൻ, ഹല്ലേലൂയ. ഇനി എത്ര പ്രശ്നങ്ങൾ വന്നാലും, ഇനി എത്ര കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടിയാലും, ദൈവ സാന്നിധ്യം യഥാർത്ഥമായി അനുഭവിക്കുന്ന ഒരുവന് മൗനമായിരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഉദാസീനതകൾ പറഞ്ഞ് ആരാധന മുടക്കുന്ന, അല്ലെങ്കിൽ കൈകാലുകൾ വയ്യ എന്ന് പറയുന്ന സ്ഥാനത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം അവസാന വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അഭിഷക്തന്മാരുടെ ആരാധന, അവരുടെ ആരാധനയല്ല കാരാഗ്രഹം കുലുങ്ങിയത്. നമുക്കിന്ന് ആരാധിക്കാൻ ആരോഗ്യം ഉണ്ടായിട്ട് നമ്മൾ ആരാധിച്ചിട്ട് ഒരു കാരാഗ്രഹം പോലും കുലുങ്ങുന്നില്ല. പക്ഷേ അഭിഷക്തന്മാരുടെ ബലഹീനതയുടെ നടുവിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പം അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർ വാ തുറന്ന് പാടി കർത്താവിനോട്, യേശു എത്ര നല്ലവൻ. ഇന്ന് രാത്രിയിലും ഇതിനകത്തിരിക്കും ഞാൻ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന എല്ലാം ശരിയായിട്ട് ദൈവത്തെ ആരാധിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമാണെന്ന് അറിയുമ്പോൾ ആരാധനയ്ക്കായി നമ്മൾ ഒരുങ്ങണം. ആ ആരാധനയുടെ നടുവിൽ വളർന്നവനാ ദാവീദ്. ദാവീദിനറിയാം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത എന്താന്ന്. താനിപ്പോൾ കൊട്ടാരത്തിൽ നിൽക്കുമ്പോഴും തനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ അപ്പൻ്റെ റെക്കമെൻഡ് കൊണ്ടല്ല, എൻ്റെ സഹോദരന്മാരുടെ റെക്കമെൻഡ് കൊണ്ടല്ല ഞാനിവിടെ ഇപ്പോൾ ആയിരിക്കുന്നത്. കാട്ടിൽ കിടന്ന് ഞാൻ പാടിയപ്പോൾ നാട്ടിൽ വരുത്തിച്ച് എന്നെ അഭിഷേകം ചെയ്ത് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നത് എൻ്റെ ദൈവമാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ എനിക്കെങ്ങനെ മൗനമായിരിക്കാൻ കഴിയും? നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കഴുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വാഹിക്കും പോലെ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത കൃപകൾ. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ഓ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാലം പിടിച്ചു എന്നെ നടത്തിയതാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ
നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കാരം പിടിച്ചു എന്നെ നടത്തിയ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പം ഇത് ഇന്നത്തെ ദിവസത്തെ മൂന്നാമത്തെ സെക്ഷനാണ് വർഷിപ്പിൻ്റെ. രാവിലെ ഒരു ചർച്ചിൽ, രണ്ടാമതൊരു ചർച്ചിൽ, ഇപ്പോൾ മൂന്നാമത്തെ സെക്ഷനിലാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ഇനി എത്ര സെക്ഷൻ വന്നാലും എനിക്ക് പാടാൻ സന്തോഷമേ ഉള്ളൂ. കാര്യം ദൈവ സാന്നിധ്യം അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. അതെത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നോ അത്രത്തോളം നമ്മുടെ ലൈഫിനകത്ത് രൂപാന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാന്നിധ്യം അനുഭവിക്കുന്നതിന് ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിലും ആഴമേറിയ ഒരു ദൈവസാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കി ആ ദൈവസാന്നിധ്യത്തിൽ ഒന്ന് നമ്മൾ ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ തയ്യാറായാൽ, നാം വന്നതുപോലെ അല്ല ഇതിനകത്ത് നിന്ന് ഇറങ്ങുമ്പം ഭയങ്കര ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചതുപോലെ ഞാൻ ഉറപ്പ് തരാം. ദൈവസാന്നിധ്യത്തിനകത്ത് നാം മതിമറന്ന് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങിയാൽ, നാം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഭയങ്കര മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ ദൈവസാന്നിധ്യത്തിന് അത് കഴിയും. രാത്രിയിൽ ഹോ ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാ, ഇത്ര നല്ലവനാം പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാ, ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇടയായതിനാ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കാരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ, കാരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാ, അരികിൽ വരുവാ, കൃപകൾ തരുവാ, ആരുമില്ലിതുപോലൊരുവൻ അരികിൽ വരുവാ, അരികിൽ വരുവാ, കൃപകൾ തരുവാ, ആരുമില്ലിതുപോലൊരുവൻ. സങ്കീർത്തനം 16 നമുക്കെടുത്ത് വാക്യപ്രതിവാക്യമായി ആ സങ്കീർത്തനം നമുക്ക് വായിക്കാം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. എൻ്റെ അവകാശത്തിൻ്റെ പാനപാത്രത്തിൻ്റെ പങ്ക് യഹോവയാകുന്നു, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ആമേൻ. നമുക്ക് ലഭിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരം, ആമേൻ, സ്തോത്രം. ദൈവത്തെ ഒരുമിച്ച് പാടി ആരാധിപ്പാൻ ദൈവം ഇതുവരെ നമുക്കിടയാക്കി. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നത് എത്ര സന്തോഷകരമായ അനുഭവമാണ്. ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതിനേക്കാൾ ആമേൻ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്ന് കോരകൂത്തന്മാർ പാടുകയാണ്. എന്നാൽ നമ്മളെ വാതിൽ കാവൽക്കാരായി ഇരുത്തിയിരിക്കുകയല്ല, ദൈവം മഹത്വം നേരിട്ട് ദർശിപ്പാൻ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കൃപാസനത്തിലേക്ക് അടുത്തിയെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിച്ച്
സന്തോഷം അനയിപ്പാൻ ദൈവം നമുക്കിടയാക്കിയല്ലോ. ഇന്ന് രാത്രി ക്ഷണിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പ്രിയ സഹോദരന്മാർ നമുക്ക് ആത്മാവിൻ്റെ അർത്ഥവത്തായ പാട്ടുകൾ പാടി നമ്മെ ആരാധനയിലേക്ക് നയിക്കുവാൻ ദൈവം കൃപ കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയ ജ്യോതിഷ് അബ്രഹാമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, പ്രവീണിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കൂടെ വധിപൂർവങ്ങൾ വായിക്കുന്ന എല്ലാ സഹോദരന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ദൈവിക ദൂത് പരിശുദ്ധി ആത്മാവ് കൈമാറിയിരിക്കുന്ന നമ്മോടുള്ള ദൈവിക സന്ദേശം, ദൈവിക ദൂത് അറിയിപ്പാൻ ദൈവം നമ്മുടെ മധ്യയെ ആമേൻ നിയോഗിച്ച് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്ന വിലപ്പെട്ട കർത്തദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ സഭയുടെ പേരിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ദാനിയേലിൻ്റെ പേരിലും ഞാൻ നന്ദിയും സ്വാഗതവും ഈ സമയത്ത് അറിയിക്കുകയാണ്. പെന്തക്കോസ്ത് മാറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനായി വിവിധ കൃപാവരങ്ങളോടുകൂടെ ദൈവം തന്നെ അയക്കുന്ന ഇടങ്ങളിൽ ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന അഭിഷക്തനായ ഒരു കർത്തദാസനെയാണ് ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാധിരാജനമഷിഹ, അവനത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാധിരാജനമഷിഹ. ആഹാ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവസഭയുടെ അനുഗ്രഹീതനായ കർത്തദാസൻ എന്നെ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയേൽ കൊന്നു നിൽക്കുന്നതിൽ അവർക്കായി തൻ്റെ ബഹുമാനിയ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ യോഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ എന്നെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജൻ അവർക്കായി സ്തോത്രം ചെയ്യുന്നു. അനേക തവണ ഞാൻ പാർക്കുന്ന ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവിൻ്റെ ദാസന് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ജോയി ടൈറ്റസ് അവർക്കായി സ്തോത്രം. ഈ ആരാധനയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഗാനങ്ങൾ ആലപിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജ്യോതിഷ് അബ്രഹാമിനായി സ്തോത്രം. അല്പസമയങ്ങൾക്ക് മുൻപ് എന്നെ പിന്നെയും ഈ മീറ്റിംഗ് റിമൈൻഡ് ചെയ്ത പ്രിയ സഹോദരൻ പ്രവീൺ യേശുദാസ്, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ പ്രിയ അഭിമോനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയാദർശിനായി സ്തോത്രം. അവരെല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുൻപിലായിരിക്കുന്ന ബഹുമാനീയരും ആദരണീയരുമായ എല്ലാ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, വിശേഷിച്ച് എന്നോടൊപ്പം വന്ന ഞങ്ങളുടെ പാളയം ഇംഗ്ലീഷ് ചർച്ചിലെ അനുഗ്രഹീതനായ സഹോദരൻ പ്രിയ ബ്രദർ പ്രിമിത്ത്, എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് ഈ രാത്രിയിൽ അറിയിക്കുകയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു മഴ പെയ്യണമെങ്കിൽ വെള്ളം നീരാവിയായി അന്തരീക്ഷ മണ്ഡലത്തിൽ ചെന്ന് ഒത്തിരി പ്രോസസ്സിങ്ങിലൂടെ കടന്നുപോയി അലിശത്ര പിന്നത്തേതിൽ മഴയായി ഈ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് പോലെ ഇന്ന് ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരു കൂട്ടം ദൈവജനം
പ്രാർത്ഥനയാകുന്ന നീരാവി സ്വർഗത്തിലെത്തിക്കുമെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമായ മാരി പെയ്യിപ്പിക്കാൻ, മഴ പെയ്യിപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഈ രാത്രി നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പാസ്റ്റർ ജോബിൻ ജോസഫ് ഇവിടെ വന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. എന്തെങ്കിലും സംഭവിക്കണമെങ്കിലും, എന്തെങ്കിലും നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഈ രാത്രി നിങ്ങളോട് ഇടപെടണമെങ്കിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. തമ്പുരാനെ, എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, അങ്ങയുടെ ഹൃദ്യമായ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകരട്ടെ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളോ വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളോ വൻകീരിയിൽ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴൂ യഹോവയേ. എൻ സഹായോ വാനം ഭൂമി അഖിലം വാഴൂ യഹോവയേ. ഇസ്രായേലി കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല. ഇസ്രായേലി കാവൽക്കാരൻ നിദ്രാഭാരോ തൂങ്ങുന്നില്ല. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കോ ഖേദമോട്ടോ. യഹോവയേ പാലകൻ താൻ ഇല്ലെനിക്കോ ഖേദമോട്ടോ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളോ വൻകീരിയിൽ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, ഈ രാത്രി നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. ഞങ്ങളോട് അപ്പൻ ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്മാർക്കായി, ഞങ്ങളുടെ പിതാക്കന്മാർക്കായി, മാതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, മ്യൂസിക് ടീമിനായി സ്തോത്രം. ഏവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ ജനത്തോട് ഈ രാത്രി ഇടപെടണമേ. വചനത്തിൻ്റെ വാതിലുകളെ സ്വർഗം ഞങ്ങൾക്കായി തുറക്കണമേ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് ഞങ്ങളുടെ ഹൃദയദൃഷ്ടികളെ ഈ രാത്രി പ്രകാശിപ്പിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ രാത്രിയിലത്തെ വചന ശുശ്രൂഷ നിന്റെ ജനത്തിനൊരു വിടുതലാക്കി മാറ്റണം. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ക്രൂശിന്റെ അങ്ങിൽ മറഞ്ഞു നിന്ന് ഈ രാത്രി ശുശ്രൂഷിപ്പാൻ എളിവിനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ശരീരത്തിന്റെ ബലഹീനതകളെ ദൈവം മാറ്റണമേ. വിടുവിക്കുന്ന അങ്ങയുടെ കരം, സൗഖ്യത്തിന്റെ അങ്ങയുടെ കരം എളിവിന്റെ മേൽ വെക്കുന്നത് കൊണ്ട് സ്തോത്രം. കൃപക്കുള്ളി പൊതിയുന്നത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥനകൾ കൊണ്ട് സ്തോത്രം. യേശുവിന്റെ നന്മയേറിയ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം കരയറ്റിയാട്ടെ. ഒരു പ്രാവശ്യം കൂടി ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ നടുവിൽ ഞാൻ ചിലരോട് ഒരു ദൈവാത്മാവ് എനിക്ക് തരുന്ന ഒരു ശബ്ദം പറയാം. ഈ പ്രാർത്ഥന സ്തോത്ര ഹല്ലേലൂയ ശക്തി പ്രാപിക്കും യേശുവിന്റെ നാമത്തിൽ. ഈ സൺഡേ ഈവനിംഗ് പ്രയർ ശക്തി പ്രാപിക്കും കേട്ടോ. എന്നോട് ദൈവാത്മാവ് പറയുന്ന പ്രാരംഭത്തിൽ പറയുന്ന ഒരു ശബ്ദം, ഇതിനകത്ത് നിന്ന് ചില യങ്സ്റ്റേഴ്സിനെ ദൈവം പുറത്തു കൊണ്ടുവരും. ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തു വരുന്നതിന് മുമ്പ് ഈ മീറ്റിംഗ് ഹല്ലേലൂയ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ അഭിഷിക്തന്മാരെ ദൈവം മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ചില അഭിഷിക്തകളെ ദൈവം മോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തു തുടങ്ങട്ടെ. ഇതിനകത്ത് ചില അഭിഷിക്തന്മാരെ പുറത്തു കൊണ്ടുവരാന് ഈ യോഗമെന്ന് ദൈവാത്മാവ് പറയുകയാ. ഉപയോഗമുള്ള ചിലതിന്, ദൈവത്തിന് വേണ്ട ചിലതിന്, ദൈവത്തിന് പണിയാർഹിതമുള്ള ചിലതിന് ഈ രാത്രി പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവിക കരമുണ്ട്. തമ്പുരാന് ചിലതിനെ ചാർജ് ചെയ്യാൻ താല്പര്യമുണ്ട്.
അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ചിലതിന് ദൈവം പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, പിശാചിന്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്നാന്നറിയാമോ? നമ്മളൊന്നും ചാരം മൂടിക്കിടക്കുന്ന തീക്കനലായി കിടന്നാൽ മതിയെന്ന്. സ്തോത്രം, സ്തോത്രം. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, പക്ഷെ എന്തോ ചെയ്യരുത്? കത്തരുത്. സ്തോത്രം. അതിന് കുറെ ചാരം കൊണ്ടുവന്ന് മൂടിയിട്ടേക്കുക. പക്ഷെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, പരിശുദ്ധാത്മാവാകുന്ന കാറ്റ് അതിന്റെ മേൽ അടിക്കുമ്പോൾ, ആ ചാരമൂതി മാറ്റപ്പെടുമ്പോൾ, ഈ രാത്രി കത്താൻ തയ്യാറായിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. എന്നെ ഒരു തീപ്പന്തമാക്കണമേ, എന്നെ ചില മേഖലകളിൽ കത്തിക്കുന്ന ഒരഭിഷിക്തനാക്കി, ഒരഭിഷിക്തയാക്കി എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ. കൊതിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് അല്പസമയം കരങ്ങൾ ചേർത്തടിച്ച് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. നമ്മളിപ്പോൾ അന്യഭാഷയൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ സ്തോത്രം, ഈ പാട്ട് കഴിഞ്ഞിട്ടുള്ള അവസാനത്തെ കുറച്ച് പരിപാടിക്ക് വേണ്ടി മാത്രമാണ്. സ്തോത്രം. അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് എന്തോ ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുക. എന്നോട് ഇടയ്ക്കൊരു ഞാനൊരു ടാരി മീറ്റിങ്ങിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞ് കുറച്ച് പ്രിയപ്പെട്ടവരൊക്കെ അഭിഷേകത്താൽ നിറയാൻ കർത്താവ് അന്ന് സഹായിച്ചു. എല്ലാം മഹത്വം കർത്താവിന്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടൊരു യൗവനക്കാരൻ എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. ഞാൻ വളരെ സന്തോഷത്തോടെ അവനെ അഭിനന്ദിച്ചു. എന്നിട്ട് ഞാൻ അവനോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിന്നെ പരിശുദ്ധാത്മാവിന് കിട്ടിയോ? ജീസസ് നൈം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയെന്നല്ല, പരിശുദ്ധാത്മാവിന് നമ്മെ കിട്ടിയെന്ന് പറയണം. എത്ര പേർ അങ്ങനെ കൊതിക്കുന്നുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. പരിശുദ്ധാത്മാവിന് നമ്മെ കിട്ടണം. പരിശുദ്ധാത്മാവ് എന്നെ ഡയറക്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മെ ഡയറക്റ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് പിടിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികളെ നിരപ്പാക്കണം. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാൻ ഈ രാത്രി തയ്യാറാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയോ. ഭാവമാണ്. ഒരു ദിവസം ഒരു 9 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അലിസ്തോത്രം. രാവിലെ 3 മണിയാകുമ്പോൾ പ്രാർത്ഥന തുടങ്ങും. അലിസ്തോത്രം ഇങ്ങനെ ഇടവിട്ട് രായം പാസ്റ്റർ പറയുകയാണ്, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോടെ, കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോടെ എന്ന് പറഞ്ഞാൽ നിശ്ചയമായി എഴുതി വെച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക മാത്രമല്ല, അല്ലെങ്കിൽ അത് പിന്നെ കാണുമ്പോൾ പാസ്റ്ററെ ആ വിഷയത്തിന് മറുപടി കിട്ടിയത് ചോദിക്കുകയും ചെയ്യും. അലിസ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ആരും സ്വർഗത്തിൽ പോയില്ലേലും എൻ്റെ അപ്പന് സ്വർഗത്തിൽ കാണും. എനിക്ക് അത്ര ഉത്തമ ബോധ്യമുള്ള നല്ലൊരു മാതൃകയുള്ളൊരു അപ്പനാണ് എൻ്റെ അപ്പ. അലിസ്തോത്രം. എനിക്ക് വേണ്ടി ശക്തിയോടെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ മമ്മി. ഞാൻ നിങ്ങളോട് പറയാം, ഇന്ന് ഞാൻ ഇവിടെ കത്തി ശോഭിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും തലസ്വത്തകൽ ചാരിതാർത്ഥ്യത്തോടെ നിങ്ങളുടെ മധ്യത്തിൽ ദൈവവചനം ശുശ്രൂഷിപ്പാനായി എന്നെ ഒരുക്കിയെടുത്ത, അല്ലെങ്കിൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് എന്നെ വേദികളിൽ നിർത്താൻ എനിക്ക് പ്രാർത്ഥനയുടെ പിന്തുണയായി മാറിയ ശക്തയായ ഒരു പ്രാർത്ഥനാ പുളാളി ഉണ്ടെങ്കിൽ അതെൻ്റെ മമ്മിയാണ്. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോട് പറയാം, പ്രാർത്ഥിക്കുന്ന അപ്പന്മാരോട്, പ്രാർത്ഥിക്കുന്ന മാതാക്കളോട് ഞാൻ പറയാം, നിങ്ങളുടെ കണ്ണുനീരുകൾ വൃഥാവല്ലോ, നിങ്ങളുടെ തലമുറകൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും. അവർ നശിക്കയില്ല, അവർ അനുഗ്രഹിക്കപ്പെടാനിടയായി തീരും. ഹല്ലേലൂയ. ഏതൊക്കെ പൈശാചിക ശക്തികൾ വാടകോരാൻ വന്നാലും ഈ രാത്രി നിന്റെ മേലുള്ള ദൈവശബ്ദത്തെ, നിന്റെ മേലുള്ള ദൈവിക നിയോഗത്തെ തകർക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല, ഒരു മന്ത്രവാദത്തിനും കഴിയത്തില്ല, ഒരു പൈശാചിക മേഖലയ്ക്ക് കഴിയത്തില്ല. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവന്റെ പൊസിഷൻ കാക്കാത്തത് കൊണ്ട് ഇവന് ലഭിക്കേണ്ട അനുഗ്രഹമാണ് അലിസ്തോത്ര പൗരോഹിത്യ അനുഗ്രഹം. അത് നേരെ ലേവ്യ ഗോത്രത്തിലേക്ക് പോയി. 2 രാജകീയ അനുഗ്രഹം, അത് യഹൂദ ഗോത്രത്തിലേക്ക് പോയി. ഇഷ്ടപുത്രൻ എന്ന അനുഗ്രഹം യോസഫ് ഗൃഹത്തിലേക്ക് പോയി. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നൊരു ദൂത് കൈമാറാം. നിന്നെ ആക്കിയിരിക്കുന്ന പോസ്റ്റിൽ നീ വിശ്വസ്തനായിരിക്കണം. നിന്നെ പ്രാർത്ഥിക്കാനാ വിളിച്ചതെങ്കിൽ നീ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ജയം. അല്ലെങ്കിൽ നിന്നെ പ്രസംഗിക്കാനാ വിളിച്ചതെങ്കിൽ നീ പ്രസംഗിച്ചോണം. നീ ചിലതിനോട് പോരാടാനാ വിളിച്ചതെങ്കിൽ നീ പോരാടിക്കോണം. നിന്നെ
നീ സുവിശേഷം പറയാനോ വിളിച്ചതെങ്കിൽ നീ സുവിശേഷം പറഞ്ഞോളൂ. ഈ രാത്രി ഉഴപ്പരുത്. പരിശുദ്ധാത്മാവ് രാത്രി ചിലരോട് പറയുക, നിന്നെ വിളിച്ച വേലയ്ക്ക് വേണ്ടി ഈ രാത്രി ഒന്ന് കയറി വാ. നിനക്കൊരു ദൈവിക അഭിഷേകമാണ് ആവശ്യമെങ്കിൽ ഞാനത് തരാം. എന്റെ ശുശ്രൂഷ ചെയ്യാൻ രാജംബാസർക്ക് പറ്റത്തില്ല, രാജംബാസന്റെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ശുശ്രൂഷയാണ്. ഞങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഓരോ പദ്ധതികളുണ്ട്. പ്രിയ ജ്യോതിഷ് എബ്രഹാം കർത്താവിന്റെ ദാസൻ ഇവിടെ ഇരിപ്പുണ്ട്, കർത്താവിന്റെ ദാസൻ പ്രവീൺ ഇവിടെ ഇരിപ്പുണ്ട്, പ്രിയ ബിമോൻ ഇവിടെ ഇരിപ്പുണ്ട്, പ്രിയ ആദർശ് ഇവിടെ കീബോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്, പ്രിയ പ്രമിത്തൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ ഓരോരുത്തരുടെ മേലും ദൈവത്തിനൊരു അഭിഷേകമുണ്ട്. Yes. ആ ദൈവിക നിയോഗം തിരിച്ചറിയുന്ന ഒരു ദിവസമായി മാറട്ടെ. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്ന ദൈവിക നിയോഗങ്ങൾ, ആ ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയാൻ നീ ഒന്ന് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ഒന്ന് കയറാമോ? വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകും. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ